السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي بتقوى الله. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അറിയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിരന്തരമായി മഴ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴയില്ലാത്ത സന്ദർഭത്തിൽ നാം ഏവരും നമ്മുടെ പ്രാർത്ഥനയിൽ നിസ്കാരത്തിന് ശേഷവും പള്ളികളിലും മിമ്പറുകളിലുമെല്ലാം നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിച്ചവരാണ്. അതിൻ്റെ ഫലമായി മഴ അള്ളാഹു ഞങ്ങൾക്ക് തന്നു. പക്ഷേ ഈ മഴ ഞങ്ങൾക്ക് റഹ്മത്തായാൽ മാത്രമാണ് ഗുണമുള്ളത്. മഴ രണ്ട് നിലക്കുണ്ട്. ഒന്ന് റഹ്മത്തിൻ്റെ മഴ, മറ്റൊന്ന് അസാബിൻ്റെ മഴ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴ വരുന്ന സന്ദർഭത്തിൽ പറഞ്ഞിരുന്ന ചില പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥനകൾ അത് നമുക്കും നടത്തൽ സുന്നത്താണ്. അല്ലാഹുമ്മ ജഅൽഹു സ്വയ്യിബൻ ഹനിഅ. അള്ളാഹുവെ, ഈ മഴയെ ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമായ മഴയാക്കണേ റഹ്മാനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറഹാ വ നഊദു ബിക മിൻ ശർരിഹാ. അള്ളാഹുവെ, ഈ മഴയുടെ ഗുണം ഞങ്ങൾക്ക് നീ നൽകണമേ, ഇതിൻ്റെ ഷർറിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. ഇതും പ്രാർത്ഥിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾക്ക് മഴ കൊണ്ട് വിപത്തുകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെന്ന് കണ്ടാൽ അപ്പോൾ അള്ളാഹുവിനോട് നാം ഇത് പ്രാർത്ഥിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും നാം ഇത് ചെല്ലണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനിഅ വസ്വയ്യിബൻ നാഫിയ. ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹുവെ, ഗുണപ്രദമായിരിക്കുന്ന മഴയാക്കണേ, ഇത് ഞങ്ങൾക്ക് കേടായ മഴയാക്കരുത് എന്നർത്ഥം വരും ദുആകളാണ്. അതുമാത്രമല്ല, പ്രത്യേകിച്ചും ഇടി, മിന്ന്, ഇതുകൊണ്ടൊക്കെ പലപ്പോഴും വിപത്തുകളും ദുരന്തങ്ങളും സംഭവിക്കൽ സാധാരണയാണ്. അതുകൊണ്ട് അതിൻ്റെ വിപത്തുകൾ നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തി. ഇത് പറഞ്ഞാൽ ഇടിമിന്നലിൽ നിന്നുണ്ടാകുന്ന വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഈ സംഭവത്തിലൂടെ നമ്മെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്ത് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പതിവാക്കൽ വളരെ നല്ലതാണ്. അതുമാത്രവുമല്ല, മഴ അധികരിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ്. വെള്ളപ്പൊക്കമാണ്, മതിലുകൾ ഇടിഞ്ഞു വീഴുന്നു, കെട്ടിടങ്ങൾ പൊളിഞ്ഞൊടിയുന്നു. അതുപോലെ തന്നെ ധാരാളം വിപത്തുകൾ മഴ മുഖേന സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ചും അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആക്കാമി വൽ ദിറാബ് വബുത്തൂനിൽ ഔദിയ വമനാബിത്തി ഷജർ, അല്ലാഹുമ്മ സുഖിയ റഹ്മത്തിൻ വലാ സുഖിയ അസാബ് വലാ മഹക്കിൻ വലാ ബലാ വലാ ഹദ്മിൻ വലാ ഖർഖ്. ഇതിൻ്റെ ചുരുക്കത്തിൽ അർത്ഥം, അല്ലാഹുവേ, ഞങ്ങൾക്ക് ചുറ്റും നീ മഴ വർഷിപ്പിക്കുക, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ വർഷിപ്പിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, പർവ്വതങ്ങൾ, കുന്നുകൾ, താഴ്വരകൾ, വൃക്ഷം മുളക്കുന്ന മറ്റു സ്ഥലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഴ വർഷിപ്പിക്കുക, അതിലേക്ക് നീ ഈ മഴയെ മാറ്റിക്കളയുക. അല്ലാഹുവേ,
കാരുണ്യത്തിൻ്റെ മഴ നീ ഞങ്ങൾക്ക് നൽകണമേ. ശിക്ഷയുടെയോ നാശത്തിൻ്റെയോ വിപത്തിൻ്റെയോ അല്ലെങ്കിൽ എല്ലാം മുക്കിക്കളയുകയോ കെട്ടിടങ്ങൾ പൊളിഞ്ഞു കളയുകയോ ചെയ്യുന്ന മഴ നീ ഞങ്ങൾക്ക് നൽകരുതേ എന്ന് മനസ്സറിഞ്ഞും കൊണ്ട് ഈ പ്രാർത്ഥന നാം അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് ജനങ്ങൾ ഭയപ്പെടുന്ന സംഗതിയാണ് ശക്തമായിരിക്കുന്ന കാറ്റ്. ആ കാറ്റ് വരുന്ന സന്ദർഭത്തിലും കാറ്റിയെ പേടിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി റീഹ് വ ഖൈരി മാ ഫീഹാ വ ഖൈരി മാ ഉമിറത് ബിഹി വ നഊദു ബിക മിൻ ശർരി ഹാദിഹി റീഹ് വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉമിറത് ബിഹി. അഥവാ അല്ലാഹുവേ, ഈ കാറ്റിൻ്റെയും കാറ്റിലുള്ളതിൻ്റെയും കാറ്റിനോട് നീ കൽപ്പിക്കുന്നതിൻ്റെയും നന്മ നിന്നോട് ഞാൻ ചോദിക്കുന്നു. അതിൻ്റെ തിന്മയിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുകയും ചെയ്യുന്നു എന്ന അർത്ഥം കുറിക്കുന്ന ഈ പ്രാർത്ഥന, ഇത്തരം പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ നാം ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ്. അതിനു വേണ്ടിയാണ് ലോകത്തിൻ്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മഴയെ തന്നെ നോക്കിയിരിക്കുക, ഇടിമിന്നി വരുമ്പോൾ അതിലേക്ക് നോക്കിയിരിക്കുക. ഇത്തരം കാര്യങ്ങൾ കറാഹത്താണ്, അത്ര നല്ലതല്ല എന്നും നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല മഴ കൊണ്ടുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സമുദായത്തെ അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ എന്ന ദുആയോടുകൂടി ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.